ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ആപ്പിനെ പരിചയപ്പെടുത്തിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കലും കാര്യങ്ങളൊന്നും വേണ്ട വെച്ചിട്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു അടിപൊളി സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്പാണ്. IOBIT സ്ക്രീൻ റെക്കോർഡറാണ്. അപ്പോൾ IOBIT നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ആപ്പല്ല, ഇത് നമുക്ക് ലാപ്പ്, വിൻഡോസ് അതിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ, PC-ക്ക് യൂസ് ചെയ്യാൻ പറ്റിയാണ്, നമ്മുടെ ആൻഡ്രോയിഡിക്കുള്ളതല്ല. ഓക്കെ, അപ്പോൾ PC ഗെയിമേഴ്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ PC-ലുള്ള വീഡിയോസ് എടുക്കണമെന്നവരുണ്ടെങ്കിലും ഗൂഗിൾ മീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ ഈ വീഡിയോ എന്തായാലും കാണണം. നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആപ്പ്. നല്ല അടിപൊളി ആപ്പാണ്. നമ്മൾ IOBIT എന്ന് പറഞ്ഞാൽ പലരും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. പലരും ഇപ്പോഴാണ് ഇതിന് മുമ്പാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് IOBIT. കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. സോ ഞാൻ കുറേ പറഞ്ഞ് ബോറടിപ്പിക്കണമെന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അതിനുമായിട്ട് എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെയാണ്. എന്നും പറഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ തന്നെ എനേബിൾ ചെയ്തേക്ക്. ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ IOBIT സ്ക്രീൻ റെക്കോർഡർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ എൻ്റെയൊക്കെ മെല്ലെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് ഓപ്പണായി വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ നെക്സ്റ്റ് കൊടുക്കുക, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇൻസ്റ്റാളിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ IOBIT സ്ക്രീൻ റെക്കോർഡർ. ഓക്കെ, സോ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഹോമിൽ വന്ന് കിടക്കുന്നത് സ്ക്രീൻ റെക്കോർഡർ. സോ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ, ഇതിന് ഈ സാധനം ആദ്യം പോകണം. ഓക്കെ, ഫിനിഷ്ഡ് ആയിട്ട് ഓക്കെ ആണ്. മറ്റേ പെർഫെക്റ്റ് ഓക്കെയുടെ ഒരു ടച്ച് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ്. അതായത് ജസ്റ്റ് ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയാണ്. ഫുൾ സ്ക്രീനാണോ, എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ, പിന്നെ മൈക്ക് ഓൺ ആക്കണോ, പിന്നെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. സിംപ്ലി സെറ്റിങ്സ് ആണ്, നമുക്ക് സാധാരണക്കാർക്കൊക്കെ മനസ്സിലാവുന്ന തരത്തിലുള്ള സെറ്റിങ്സ് തന്നെ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ അതിൻ്റെ സെറ്റിങ്സിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റാൻ ഓപ്ഷൻ കാണാം. പിന്നെ ഓട്ടോമാറ്റിക്കലി വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ നമുക്കിവിടെ കുറേ സ്പെസിഫിക്കേഷൻസ് ആണ്, അതൊക്കെ നിങ്ങൾക്ക് നോക്കാനുള്ളത്. റെക്കോർഡ് സ്പീക്കർ, മൈക്ക് സെറ്റ് ചെയ്യാനും, റിസർവേഷൻ സെറ്റ് ചെയ്യാനും, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. MP4 ഉണ്ട്, മൂവ് ഉണ്ട്, MKV ഉണ്ട്. എല്ലാ ഫോർമാറ്റിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഫ്രെയിം റേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, FPS സെറ്റ് ചെയ്യാൻ പറ്റും, ബിറ്റ് റേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. കുറേ ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലും നമുക്ക് നോർമൽ യൂസിനാണ് ബെറ്റർ. പക്ഷേ ഗെയിമിങ്ങിന് പറ്റില്ല എന്നല്ല, ഗെയിമിങ്ങൾക്ക് പറ്റും. നിങ്ങളെന്തായാലും ട്രൈ അടിച്ചു നോക്കും. സോ ഞാൻ സേവ് നമുക്ക് ഹോട്ട് കീസ് നോക്കാം. ഫോർമാറ്റ് സ്ക്രീൻഷോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഫോർമാറ്റിലാണ് സ്ക്രീൻഷോട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. സോ റെക്കോർഡിങ് സെറ്റിങ്സ് നമുക്ക് ഇനി നോക്കി നോക്കാം. അപ്പോൾ സ്റ്റോറേജ് പാത്ത് ഉണ്ട്, വീഡിയോ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്താണ്. സോ ഞാൻ റെക്കോർഡ് അടിക്കുകയാണ് 1. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലാപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ റെക്കോർഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ IOBIT ഒഫീഷ്യൽ വെബ്സൈറ്റ് കേട്ടോ. ഇതിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും IOBIT സോഫ്റ്റ്വെയർ. ഏത് സോഫ്റ്റ്വെയറും ഉണ്ട് ഇതിൽ. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്കിപ്പോൾ അതിൻ്റെ ചെറിയൊരു മെനു, ഇപ്പോൾ ഒരു ബാർ അതിലൊന്നൊക്കെ എടുക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. സോ ഇപ്പോൾ റെക്കോർഡിങ് തന്നെയാണ് PC-യിൽ. നമ്മുടെ PC-യിൽ ഇപ്പോൾ ഓൾറെഡി റെക്കോർഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നോർമൽ യൂസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ വല്ല വീഡിയോ എടുക്കാനാണെങ്കിലും, ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗെയിമിങ് ട്രൈ ചെയ്യാൻ ഞാൻ നോക്കിയിട്ടില്ല.
എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. സോ നമുക്ക് HD ഫിലിംസൊക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റും. ഫിലിമിൻ്റെ പ്രിൻ്റ് എടുക്കുക. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, സോ ഡൺ അടിച്ചു. ഇപ്പോൾ നമ്മുടെ വീഡിയോ വന്നിരിക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കണ്ടേ? ഓക്കെ, ഞാൻ പ്ലേ അടിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് കിട്ടിയ വിഷ്വൽസ്. ഇപ്പോൾ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന വിഷ്വൽസൊക്കെ ഒരേ ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അതാണ് പവർ. ഇത് ഞാൻ റെക്കോർഡ് ചെയ്താണ് കേട്ടോ, ഞാൻ ഇപ്പോൾ ഓൾറെഡി ചെയ്യണമല്ല, നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്, അത് വേറെ വിഷയം. ഇനിയിപ്പോൾ മൈക്കിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ പൊളിയാണ്. ഞാൻ ഇപ്പോൾ മൈക്ക് ഓണാക്കാതെ ഞാൻ ഇപ്പോൾ ഓൾറെഡി വേറെ സൗണ്ട് ചെയ്യണോണ്ടാണ് വേറെ മൈക്ക് അതിൻ്റെ സൗണ്ട് എനിക്ക് കേൾപ്പിക്കാത്ത കേട്ടോ. സോ എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. സോ ഈ സാമ്പിളിപ്പോൾ കഴിയും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ എന്നും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിഡ്ലി മീഡിയം നമുക്ക് വീണ്ടും കാണാൻ വന്നിരിക്കും. ഇറ്റ്സ് മീ ബാസിൽ സൈനിങ് ഔട്ട് ഫ്രം റൈറ്റിറ്റ്യൂഡ്. ബൈ. ഇപ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.